18 വയസ്സിന് ശേഷം പോയ ക്യാമ്പിൽ നിന്നുണ്ടായ അനുഭവം പോലും മറ്റൊരാളോടോ ചുമതലയുള്ള സ്വന്തം അച്ഛനോടോ വീട്ടുകാരോടോ ഈ കാലയളവിൽ വരെ പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? അതുവരെ ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ പക്ക ഇംഗ്ലീഷ് ഉപയോഗിച്ചയാൾ ആ കാര്യം പറഞ്ഞ പാരഗ്രാഫും സംഘത്തെ പ്രതിപാദിപ്പിക്കുന്ന ഭാഗങ്ങളും ശ്രദ്ധിച്ചു നോക്കുക. നിലവാരമില്ലാത്ത മംഗ്ലീഷ് അതേപോലെ അതിനു മുമ്പ് നിലനിർത്തിയ ക്യാപിറ്റലിൽ ആരംഭത്തിൽ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കില്ല. അതായത് അതുവരെ നല്ല ഭംഗിയായിട്ട് പോസ്റ്റ് പോകുന്നു. പക്ഷേ ഈ സംഘപരിവാറിൻ്റെ പോർഷൻസ് വരുമ്പോൾ മാത്രം നിലവാരമില്ലാത്തൊരു ഭാഷയിലാണ് ഈ സാധനം എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിനൊന്നും ഒരു ഇംഗ്ലീഷ് ടച്ചുമില്ല എന്നുള്ളതാണ്. ഇനി അടുത്തതായി പറയുന്നു, ആൾക്ക് മാത്രമല്ല പബ്ലിക്കായി മൈതാനങ്ങളിൽ നടത്തപ്പെടുന്ന ശാഖകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ചുള്ള ക്യാമ്പിൽ നിന്നും പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്ന്. സ്വന്തം കുറിപ്പെന്ന് പറയപ്പെടുന്നതിൽ മറ്റൊരാളുടെ കാര്യം പറയാൻ എന്ത് തെളിവാണുള്ളത്? മറ്റു കുട്ടികൾക്കും ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം തുറന്ന അനുഭവം പറയണമെന്ന് പറയുമ്പോഴും അയാളുടെ പേര് പറയാനുള്ള ധൈര്യം പോസ്റ്റ്മാൻ കാണിക്കുന്നില്ല. ലക്ഷ്യം ഒരാളല്ല, സംഘടനയാണ് എന്നത് ഇവിടെ കൂടുതൽ വ്യക്തമാകും.